കൂട്ടുകാരെ നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചേർത്തല തുറവൂര് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. നമ്മൾ 8 മാസം മുമ്പ് കൊടുത്ത ഒരു കസ്റ്റമറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 8 മാസം കഴിഞ്ഞിട്ടുള്ള ആ കിണറില നമ്മൾ അതിന്റെ pH ഒന്ന് നോക്കണം. pH നോക്കിയിട്ട് നമുക്ക് അടുത്ത ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു 5 കിലോത്തിന്റെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോ 8 മാസം ഉപയോഗിച്ചതിന്റെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്ലിയർ ആണ്. പോയിട്ടുണ്ട്. ചെടിയുടെ ഇതുണ്ടായിരുന്നു, അതെല്ലാം കാണുമ്പോ അറിയാലോ. നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, കിണറ്റിലെ വെള്ളം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സാറിന്റെ കിണറിന്റെ pH നമുക്കൊന്ന് നോക്കാം. നമ്മൾ 8 മാസം മുമ്പാണ് നോക്കിയിരുന്നത്. അപ്പൊ നമുക്കിപ്പം നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കുടിക്കാം. മൂന്ന് തുള്ളി ഒഴിക്കുക. ഓക്കെ, 1 2 3. ഓക്കെ, സ്റ്റപ്പ് ചെയ്ത് ഓക്കെ. ഇത് കണ്ടോ, ഇപ്പൊ നമുക്ക് ഇത് ഗ്രീൻ കാറ്റഗറി, ഇത് കണ്ടോ, കറക്റ്റ് ഈ ഗ്രീൻ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. 6 കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയപ്പോ യെല്ലോയിലൊക്കെയാണ് കിടന്നിരുന്നത്. ഫസ്റ്റ് നമ്മൾ 8 മാസം മുമ്പ് ഇടാൻ വന്നപ്പോ യെല്ലോയിലാണ് കിടന്നിരുന്നത്. ശരിയാണ്. ഇപ്പൊ ഇത് ഈ ഗ്രീൻ കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഒരു പോയിന്റ് കൂടി കുറവുണ്ട്. ശരിക്കും 7 കിട്ടണം നമുക്ക്. ആക്ച്വലി 7 ആണ് ശരിക്കും കിട്ടേണ്ടത്. 6 കിട്ടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ നമ്മൾ ആഡ് ചെയ്തിട്ടല്ലോ കക്കപ്പൊടി. അപ്പൊ അത് ഇടുമ്പോ കറക്റ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മള് പഴയത് 8 മാസം മുമ്പ് ഇട്ട ആ ഒരു കക്കപ്പൊടിയാണ്. അപ്പൊ അത് നമുക്കതൊന്ന് നോക്കാം. കണ്ടോ, ഇതാണ് ഇപ്പൊ നമ്മൾ 8 മാസത്തിന് മുമ്പേ ഈ തെളിമ കക്കപ്പൊടി നമ്മൾ ഇട്ടിരുന്നത്. കണ്ടോ, ഇപ്പൊ അതൊരു 1/2 കിലോത്തോളം ഉള്ളു മാക്സിമം. ഇത്രത്തോളം നമ്മൾ ആ 8 മാസത്തുള്ളിൽ അലിഞ്ഞിട്ട് ഇത് തീർന്നിരിക്കുകയാണ്. മനസ്സിലായോ സാറേ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഇതിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇടാം. പഴയത് ഇപ്പൊ തീർന്നല്ലോ, അലഞ്ഞ് തീർന്നല്ലോ. ഇതിപ്പോ 5 കിലോ തന്നെ. ഒന്ന് പിടിക്കാമോ സാറേ? ഞാൻ അതിന്റെ സിബ് ഊരിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് താത്തി പിടിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഒരു 2 കിലോ ഇങ്ങനെ കിണറിൽ ഇതിങ്ങനെ തൂക. കൂടെ എടുക്കാം. മാക്സിമം ഒരു ഇതണ്ട, ഒരു 1 കിലോത്തോളം നമ്മളിങ്ങനെ തൂക്കിയിടാം. ഓക്കെ, 1 കിലോത്തോളം തൂക്കിയിടാം. ഇത് നോക്കിയാ സാറേ, ഇതണ്ട കിണറിന്റെ ഒരു ചെറിയ വ്യത്യാസം കാണിക്കണണ്ട നമ്മളിടുമ്പോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ തൂക്കിയിട്ടല്ലോ. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിബ് അടയ്ക്കാം. സിബ് ഇങ്ങനെ അടച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വച്ച് കെട്ടണം. കയറിലിങ്ങനെ കെട്ടുക. പിടിച്ചോട്ടെ, ഇങ്ങനെ തൂക്കി പിടിച്ചോ. ഇതേപോലെ കെട്ടിയിട്ട് ഇതേപോലെ തന്നെ കെട്ടി നമുക്ക് ഇങ്ങനെ കെട്ടി ഇറക്കാം. ഓക്കെ, ഇതണ്ട കെട്ടി ഇറക്കി. ഇതിപ്പോ ഒരു അരഞ്ഞാണം മാത്രം നമുക്ക് നിർത്താൻ പാടുള്ളൂ. അടിയിൽ മുട്ടിക്കുകയും ചെയ്യരുത്. പകുതി കണ്ടിട്ട് നമുക്ക് നിർത്താം. ഇപ്പൊ വെള്ളത്തിന്റെ വ്യത്യാസം കണ്ടോ? സാറിന്റെ കിണർ എങ്ങനെ കലങ്ങി മറിഞ്ഞ് കിടന്ന കിണറാണ്. ഇപ്പൊ സാറിന് ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നില്ല ഇപ്പൊ? വെള്ളം കുടിക്കാനൊക്കെ ഇല്ല ശരിക്കും അല്ലേ? സാറിന്റെ ഈ വീടിന്റെ ഈ പരിസരത്ത് അടുത്ത് തുറവൂര് ഈ ഭാഗത്ത് കായലേരിയ തോടുകളൊക്കെ ഉണ്ടായില്ല? ഞങ്ങളിത് വെള്ളം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. കലങ്ങിയിട്ട് പിന്നെ ഒരു മണ്ണിന്റെ ചൊവ്വയും ശരി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ക്ലിയർ ആകുമെന്ന്. നല്ല കുടിക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. എല്ലാം കൊണ്ട് ഇപ്പൊ പൈപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കിണറ്റിൽ തന്നെ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ചെറിയ എന്തൊക്കെയോ പ്രശ്നം തോന്നിയില്ല. അതുകൊണ്ട് വിളിച്ചപ്പോ അതുകൊണ്ടാണ് എനിക്ക് തോന്നി 8 മാസം ആയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതുകൊണ്ട് ചെക്ക് ചെയ്തേക്കാം. അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് 6 പോയിന്റ് കിട്ടണുള്ളൂ. ഇനിയിപ്പോ ഇത് വിടുമ്പോ അത് 7 ആയിട്ട് കിട്ടും നമുക്ക്. കേട്ടോ, 100% ഗ്യാരണ്ടി കേട്ടോ. ഗ്രാനഡ തെളിമ കക്കപ്പൊടി ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇത് കൊറിയർ വഴിയും ഞങ്ങൾ ഇത് അയച്ചു തരുന്നതാണ്.